അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ ചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പാട്യൻ ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. തലശ്ശേരി ടൗൺ ഹാളിൽ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിക്കേണ്ടി വന്ന ടി.പി. ശ്രീധരൻ, ചുണ്ടങ്ങാപ്പൊയിൽ എം. ശ്രീധരൻ, അഡ്വക്കേറ്റ് പി.കെ. വിജയൻ എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി C.K. രമേശൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MC. പവിത്രൻ, മുഹമ്മദ് അഫ്സൽ, ഏരിയ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അടിയന്തരാവസ്ഥയിൽ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള സഖാക്കൾ ചേർന്നായിരിക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. സഖാവ് ടി.പി. ശ്രീധരനും അഡ്വക്കേറ്റ് P.K. വിജയനും ചുണ്ടങ്ങാപ്പൊയിലെ സഖാവ് M. ശ്രീധരനും ചേർന്നാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഭീകരമായ മർദ്ദനങ്ങൾക്കും വേദ്യമുറകൾക്കും വിധേയരായിട്ടുള്ള അന്നത്തെ നിരവധി സഖാക്കളിൽ 3 പ്രധാനപ്പെട്ട പേരാണ് ഈ പരാമർശിക്കപ്പെട്ട ആളുകൾ. SFIയുടെ നേതാവായി പ്രവർത്തിക്കുന്ന കാലത്ത് തളിപ്പറമ്പിലെ വിദ്യാർത്ഥി പ്രവർത്തനത്തിനിടയിലാണ് അടിയന്തരാവസ്ഥയുടെ ഭീതിയുടെ കൈകൾ സഖാവ് വിജയം വക്കീലിനെ അന്നത്തെ വിദ്യാർത്ഥിയുടെ നേർക്ക് കടന്നു വന്നത്. മൊട്ടയടിച്ചുകൊണ്ടും മർദ്ദനമുറകൾ കൊണ്ടും പോലീസിൻ്റെ ഭീകരത അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സഖാവ് P.K. വിജയൻ. ഈ വാർഷികത്തിൻ്റെ ഭാഗമായി ഈ ചിത്ര പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സെമിനാറുകൾ, അടിയന്തരാവസ്ഥയിൽ പീഡനം അനുഭവിച്ചിട്ടുള്ള സഖാക്കളെ ആദരിക്കുന്ന ചടങ്ങും ഇവിടെ സംഘടിപ്പിക്കുകയാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് P.V. രാഘവനുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചരിത്ര ചിത്ര പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്തിന്റെ നാൾവഴികളും അതിനിടയാക്കിയ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക കാരണങ്ങളും ചരിത്ര രേഖകളും കുറിപ്പുകളും ഉൾപ്പെടുന്നതായിരുന്നു പ്രദർശനം. സമഗ്ര ന്യൂസ്, തലശ്ശേരി.